കേബിൾ ടിവി വ്യവസായത്തെ തകർക്കുന്ന കെഎസ്ഇബിയുടെ നടപടികൾക്കെതിരെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പ്രതിഷേധം. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കെഎസ്ഇബി കൊല്ലം സർക്കിൾ ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. കേബിൾ ടിവി മേഖലയെ തകർക്കുന്ന കെഎസ്ഇബി നിലപാടിനെതിരെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കൊല്ലത്തും മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കെഎസ്ഇബി കൊല്ലം സർക്കിൾ ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ CITU ജില്ലാ സെക്രട്ടറി S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. ആ കിട്ടുന്ന വരുമാനം ഇതിന് ഒരു ഉപഭോക്താക്കളായ ആളുകളുണ്ടല്ലോ. ഇതിപ്പം പോസ്റ്റിന്റെ ചാർജ് കൂട്ടുകയാണെങ്കിൽ നമ്മുടെ പുരേടം വിറ്റുന്നത് നടത്താൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ കളക്ഷൻ എടുക്കുന്ന ആളുകൾ കുറച്ചുകൂടി അധികം നമുക്ക് വർദ്ധിപ്പിക്കേണ്ടി വരും. അധികം വർദ്ധിപ്പിക്കേണ്ടി വരുമ്പോഴത്തേക്ക് പാലം എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ഇതിന് ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ ഒഴിവാക്കേണ്ടി വരും. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഭരണ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ അറിയാതെ കെഎസ്ഇബി ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ തീരുമാനം ഒറ്റയ്ക്കെടുക്കാൻ കഴിയില്ലെന്ന് ബിന്ദു കൃഷ്ണ പറഞ്ഞു. ദീർഘനാളുകളായി കെഎസ്ഇബി ഇത്തരത്തിൽ ജനദ്രോഹപരമായ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും ധർണയെ അഭിസംബോധന ചെയ്തുകൊണ്ട് BJP ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാർ പറഞ്ഞു. COA ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് S. പിള്ള അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം P. സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിനു ശിവദാസ് കേബിൾ ടിവി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ വിശദീകരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അനിൽകുമാർ K. S. സാജൻ, സുരേഷ് കലയം, COA ജില്ലാ ട്രഷറർ G. മുരളീധരൻ പിള്ള, സൗത്ത് വോയിസ് ചെയർമാൻ കുര്യാക്കോസ് വൈദ്യർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.